ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോ എവിടെ വെച്ച് അവസാനിപ്പിച്ചത് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ അവസാനിപ്പിച്ചത് മറ്റപ്പള്ളി RC ചർച്ചിൻ്റെ അവിടെ വെച്ചാണ്. അതായത് നമ്മൾ അയ്യപ്പൻകോവിൽ, അതുപോലെ തന്നെ കോഴിമല, പിന്നെ മറ്റപ്പള്ളി RC ചർച്ചിൻ്റെ അവിടെ വരെ എത്തിയ വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡായിട്ട് വന്നത്. ഇനി അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് നമ്മൾ മുനമ്പ് എക്കോ ടൂറിസം എന്ന് പറയുന്ന അതിമനോഹരമായ പോപ്പുലറായ എന്നാൽ ചില വിശേഷങ്ങളൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള അതിമനോഹരമായ ഒരു എക്കോ ടൂറിസത്തിലേക്കാണ്. ആ എക്കോ ടൂറിസത്തിൻ്റെ പൂർണ്ണമായ വീഡിയോ ആണ് നമ്മൾ ഇന്നിവിടെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ഇത് ഇടയ്ക്കും മുട്ടും ഷോർട്സ് പോലെ കാണിച്ച് പോകുന്നതിലുപരി മനോഹരമായ എക്കോ ടൂറിസത്തിൻ്റെ ആ മനോഹരമായ കാഴ്ച അവിടേക്ക് പോകുന്ന രീതി, തിരിച്ചു വരുന്ന വഴി എല്ലാം നമ്മൾ മനോഹരമായിട്ട് തന്നെ കാണിച്ചിട്ട് എക്കോ ടൂറിസത്തിൻ്റെ ആ കാഴ്ചകളുടെ വ്യാപ്തി ഒട്ടും കുറയാതെ തന്നെ കാണിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളിത് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പം വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. മനോഹരമായ ആ മുനമ്പ് എക്കോ ടൂറിസത്തിൻ്റെ ആ മനോഹരമായ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി നമുക്കിടുന്ന് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ചെറുകെ വനത്തിലൂടെയുള്ള ആ ട്രക്കിംഗ് ആരംഭിക്കുകയാണ്. അപ്പം എല്ലാവരും കൂടെ വായു. മനോഹരമായ കാഴ്ചകളോടൊപ്പം ലവ് ടു ട്രാവൽസ് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ എല്ലാവരും കൂടെ വായോ, നമുക്ക് ഒരുമിച്ച് ഈ മുനമ്പ് എക്കോ ടൂറിസത്തിൻ്റെ വീഡിയോ കാഴ്ചകൾ പൂർത്തീകരിക്കാം. ചടിക്കല്ലേ, പിന്നെന്തോ ഒരു ഇതുണ്ട്. ഇതൊരു ചെറിയ സാധനം, ആക്ഷൻ ക്യാമറ. ഇത് ബൈക്ക് അടുത്തോണ്ടേ ബൈക്ക് അടുത്ത് പണ്ട് വിടുവായിരുന്നല്ലോ. അവിടെ എല്ലാരും അതിനകത്ത് കയറ്റുമായിരുന്നു. അതല്ലേ അവിടുന്ന് അങ്ങോട്ട് പ്രവേശനമില്ല, ഇപ്പുറത്ത് വഴി പോകണം. അവിടുന്ന് അങ്ങോട്ട് പ്രവേശനമില്ല കാട്ടിലോട്ട്. കടുവയുണ്ട് ഇങ്ങോട്ട്. അല്ല, കടുവയ്ക്ക് ആ വള്ളി ഉണ്ടല്ലോ, ഇറങ്ങി വരത്തില്ല. കടുവ അതിനും ബുദ്ധിയുള്ളതല്ല. നമുക്ക് പ്രവേശനം ഇങ്ങോട്ട് മനുഷ്യന്മാർക്കുള്ള ഇങ്ങ് നിൽക്കുക. അതിന്റെ നാം കൊണ്ടൊരു മാന്ത് ഏത് നെറ്റാണെങ്കിലും പൊളിഞ്ഞ മുനമ്പ് എക്കോ ടൂറിസം 650 മീറ്റർ ഉണ്ട്. ഇങ്ങോട്ടും നമുക്ക് പ്രവേശനമില്ല. മുനമ്പ് എക്കോ ടൂറിസം അഞ്ചുരുളിത്തുരത്തിൻ്റെ കാഴ്ചകൾ. ഇവിടെ കുറേ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സേഫ്റ്റിക്ക് വേണ്ടിയാണല്ലോ ഇതൊക്കെ ഇടുന്നത്. അപ്പോൾ കുഴപ്പമില്ല, ഇവിടെ ഇറങ്ങിക്കാം. അപ്പം ഞാൻ ആഹാരം കഴിച്ചിട്ടില്ല, അതൊരു വലിയ വിഷയമാണ്. അതുകൊണ്ട് എന്താവും എന്ന് നമുക്കറിയില്ല. അയ്യോ അയ്യോ, നമുക്ക് മൊബൈൽ ആണ് ശരണമെന്ന് തോന്നുന്നു. മൊബൈലെടുത്ത് ഇറങ്ങിയ റെക്കോർഡിങ് തുടങ്ങാം. വളരെ 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 സംഭവബഹുലമാണ് ഇത്. എന്തായാലും സുരക്ഷയൊക്കെ നല്ലതാണ്. അപ്പോൾ ക്യാമറയ്ക്ക് ഇത്ര വലിയൊരു തുക അവിടെ സിനിമാറ്റിക് ക്യാമറയൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്, വലിയ ക്യാമറയൊക്കെ. നമ്മൾക്ക് ഒരു ക്യാമറ ഒന്നും പറയാൻ പറ്റത്തില്ല. ആക്ഷൻ ക്യാമറ അതാണ്. ബാറ്ററി ചത്തി ഇറങ്ങിയെന്ന് പറഞ്ഞുള്ള ബാറ്ററി. 1 കിലോമീറ്റർ അകലം, ഏകദേശം നമ്മുടെ ആ ചെക്ക് പോസ്റ്റിന് അവിടെ നിന്ന് 1 കിലോമീറ്റർ നടക്കാനുണ്ട്. ഇവിടേക്ക് വന്നിട്ട് നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് നേരം ഇരുന്നിട്ട് ഇനി നമ്മൾ ഇവിടെ കണ്ടിട്ടേ നമ്മളിനി തിരിച്ചു പോകുന്ന വഴിക്ക് പടുക എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ളൊരു സ്ഥലമാണ്. അത് ഏകദേശം സന്ധ്യയോട് 4 മണിക്ക് 5 മണിക്ക് ശേഷം പോകുന്നതായിരിക്കും നല്ലത്. പോകുന്ന വഴിക്ക് ജസ്റ്റ് കയറി പോകാം. അപ്പോൾ ആ കാഴ്ചകൾ കഴിയുമ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര സാഫല്യം അടയും. പിന്നെ 1-2 കാഴ്ചകൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ കിട്ടി. അയ്യപ്പൻകോവിൽ ക്ഷേത്രം നമ്മുടെ ഇന്നത്തെ പ്ലാനിലുണ്ടായിരുന്നില്ല. അയ്യപ്പൻകോവിൽ ക്ഷേത്രം കാണാൻ പറ്റി. അടച്ചേക്കും അകത്ത് കയറാൻ പറ്റില്ലെങ്കിൽ പോലും നമുക്കതിൽ വലിയ കാര്യമില്ലല്ലോ. നമ്മൾ എല്ലാ ക്ഷേത്രങ്ങളും പള്ളികളും ഒക്കെ നമ്മൾ സന്ദർശിക്കുമെങ്കിലും അവിടെയൊക്കെ കയറി നമുക്ക്
മറ്റ് കാര്യങ്ങളൊന്നും അതിലില്ല. കാണുക, പോവുക എന്നുള്ളതാണ്. ഇവിടെ വഴിയൊക്കെ ഇപ്പോൾ നമുക്ക് സഞ്ചാരയോഗ്യമായിട്ടാണ് നടന്നു പോകാൻ പറ്റുന്ന രീതിയിൽ വഴിയൊക്കെ ഭംഗിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എന്താ പറയുക, 40 രൂപ വലിയ കൂടുതലൊന്നും എനിക്ക് തോന്നുന്നില്ല. 40, 10, 50, 10 രൂപ വണ്ടിക്കാണ്. അപ്പോൾ ഈ വഴിയുള്ള യാത്ര എത്ര മനോഹരമാണ് എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുമോ? വന്ന് കാണുക, വന്നറിയുക എന്നുള്ളതാണ്. ഈ കാഴ്ചകളൊക്കെ കാണുകയൊക്കെ ചെയ്യണമെങ്കിൽ സ്ലിപ്പറി റോഡിലേക്ക് വന്നു. ഇപ്പം ഇത്രയും നേരം നമ്മൾ ഷൂട്ട് ചെയ്തത് നമ്മുടെ ക്യാമറയുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയത്തില്ല. ഓഫായി പോയോ, കിട്ടുന്നിട്ടുണ്ടോ ഒന്നും എനിക്കറിയില്ല. ഇപ്പം ചാർജിങ്ങിൽ ഇട്ടേക്കുന്നതുകൊണ്ടാണ്, പവർ ബാങ്ക് ഒത്തിരിക്കുന്നതുകൊണ്ടാണ് ക്യാമറ ഉയർത്തിയെടുക്കാത്തത്. പൊസിഷൻ ഇതാണ് നല്ലതാണ്, ഇതാണ് ഏറ്റവും നല്ലത് ക്യാമറ പൊസിഷൻ. പിന്നെ ഇവിടെ ഈ റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ക്യാമറയൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് മൊബൈലിൻ്റെ അത്ര പോലും ക്ലാരിറ്റി സംഭവങ്ങൾ, അല്ലെങ്കിൽ മൊബൈലിൻ്റെ അത്ര പോലും ഉള്ള ക്യാമറ അല്ലല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അത് കുഴപ്പമില്ല, മൊബൈൽ ഉപയോഗിക്കാം, നോ പ്രോബ്ലം. Sometimes I get so mad, there's no controlling me. My thoughts get so bad, I'm like, I might grab a bat, I don't know. My wrath, my blood boils over like, oh God, here goes. I lost all feeling from my head to my toes. You said some shit that I can't let go, so just stay tuned for the rest of the show. So have you ever felt betrayed? Switches how you see things, realize something needs change. Cause I know you got me fucked up, let me show you what's up. Cause enough is enough. I'll take a face full of pavement just to make a statement. I know there's no turning back. Oh God, adrenaline wasted, so mad I can taste it. I know there's no turning back. I'll do what it takes, I ain't making mistakes like that. I'll play it on your face just to make you go take it back. I'll lose my shit, I go crazy when I'm mad. And now you go wish you would shut the fuck up real bad. And now that I'm gone, yeah, I know there's no turning back. And now that I'm gone, yeah, I know there's no turning back. I don't fucking take smoke, I'ma poke a hole through you, choking's overdue. Come at me and you won't get any older, dude. Crack your holder too. Heating up inside of me, blood so violently. Thanks for trying me. Now it's finally time to see how this rivalry becomes my dynasty. I know there's no turning back. Oh God, adrenaline wasted, so mad I can taste it. I know there's no turning back. I'll do what it takes, I ain't making mistakes like that. I'll play it on your face just to make you go take it back. I'll lose my shit, I go crazy when I'm mad. And now you
എൻ്റെ ഈ വനത്തിൽ കൂടെയുള്ള യാത്ര ചെയ്യുന്നത് ഇതിൻ്റെ വേരിൽ നിന്നാണ് വെള്ളം കുടിച്ചത്. ഇതിൻ്റെ വേരിൽ ഒരു കൊത്ത് കൊടുത്താൽ വെള്ളം കിട്ടും. കൊള്ളാം. ഇവിടെ വന്നല്ലോ. മരം കാണാനല്ലേ 40 ഇവിടെ വരെയല്ലേ താഴോട്ടുണ്ട്. എടുക്കാനും സമ്മതിക്കണ്ടേ? കരം കയറുന്നത് വേറെ ഇവിടേ അപ്പോൾ ഇത് അവിടെ ആണെന്ന് വിചാരിക്കും. ഇത് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോകുന്നത്. പക്ഷേ അതെവിടെ ഇതെവിടെ? അപ്പോൾ അവർ വരട്ടെ, നമുക്ക് പോകാം. ഇഞ്ചുള്ള ടണൽ കണ്ട അക്കരെ നിന്ന് ഇവിടെ നിന്ന് അക്കരെ ഇവിടെ നിന്നേ കാണാം അക്കരയിലെ കാഴ്ച. എനിക്ക് ആൾക്കാർ കുറവാന്ന് തോന്നുന്നു കേട്ടോ. കാട്ടുപോത്തില്ല. ടണലാണ് കാണുന്നത്. അവർ തെറ്റായി നമുക്കറിയാം നമ്മൾ പോയില്ലേ. അപ്പോൾ അവരോട് പറയുമ്പോൾ അവർ പറഞ്ഞു വേറെ എന്തോ ഇനി ഓരോരുത്തർ. അപ്പോൾ നമുക്കിവിടെ
ഫ്രണ്ട്സ്, അപ്പം മുനമ്പ് ഇക്കോ ടൂറിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മുനമ്പ് ഇക്കോ ടൂറിസത്തിനെ ഇപ്പം TV ചാനലുകളിലൂടെയൊക്കെ പ്രശസ്തമാക്കിയ, എന്നാൽ നേരത്തെ തൊട്ട് ഇവിടെ ഉണ്ട് ആരും അറിയപ്പെടാതെയൊക്കെ പോയ ഒരു കാര്യമാണ് ഈ ഇടുക്കി ജില്ലയിലെ തിരമാലയുള്ള ഒരു തടാകം എന്നുള്ളത്. ഇടുക്കി ജില്ലയിലെ തിരമാലയുള്ള തടാകം കാണാൻ വേണ്ടി വരുന്നവർ മുനമ്പ് ഇക്കോ ടൂറിസം വന്നെങ്കിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ. കടലിലടിക്കുന്ന പോലെ ഒരു തിരമാലയൊന്നും പ്രതീക്ഷിച്ച് ഇവിടെ വരേണ്ടതില്ല. അതായത് ഈ ഇടുക്കി ഡാമിൻ്റെ ആ വൃഷ്ടിപ്രദേശങ്ങളെല്ലാം നിറഞ്ഞ് കിടക്കുന്ന ആ പ്രതലത്തിലേക്ക്, ആ തടാകത്തിൻ്റെ പ്രതലത്തിലേക്ക് അതിശക്തമായി കാറ്റടിക്കുമ്പോൾ ആ കാറ്റ് ഉണ്ടാക്കുന്ന തിരമാലയാണ് ഈ കരയിൽ വന്നിട്ട് ഈ കല്ലിലൊക്കെ തട്ടി ചിതറുന്ന കാഴ്ച. അത് വലിയ ഉയരത്തിലൊന്നുമില്ല, എങ്കിലും നമ്മൾ കണ്ടു നിൽക്കുമ്പോൾ അത്ര രസമാണ്. ഇവിടെ നിൽക്കുമ്പം ഈ തിരമാല കാണുന്നതിനെ കഴിഞ്ഞ് എല്ലാം ഉപരി അനന്തമായ വിശാലമായ കാഴ്ചയുണ്ട്. അതുപോലെ തന്നെ അതിമനോഹരമായ അതിതീവ്രമായ കാറ്റ് നമ്മളെ തഴുകി ഇങ്ങനെ എപ്പോഴും കടന്നു പോകുന്നതാണ്. ആ കാറ്റ് അത്ര ചെറിയ ഇളം കാറ്റൊന്നുമല്ല, നല്ല അത്യാവശ്യം പവറുള്ള കാറ്റ് നമ്മളെ തഴുകി ഇങ്ങനെ കടന്നു പോകുന്ന ഒരു അനുഭൂതിയുള്ള നിമിഷങ്ങൾ നമുക്കിവിടെ നിന്ന് ലഭിക്കുകയുണ്ടാകും. ഇപ്പോൾ മുനമ്പ് ഇക്കോ ടൂറിസത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ആ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ 40 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ അകത്തേക്ക് വരുമ്പോൾ ഏകദേശം അവരപ്പം തന്നെ പറയും 1 കിലോമീറ്റർ നടക്കാനുണ്ട് വൺ സൈഡ്. ആ അപ്പ് ആൻഡ് ഡൗണ് 2 കിലോമീറ്റർ നമ്മൾ വനത്തിൽ കൂടെ നടന്നേ മതിയാകത്തുള്ളൂ. കടും വനം എന്നൊക്കെ ആണ് എങ്കിൽ പോലും വലിയ അപകടമുള്ള വന്യമൃഗങ്ങളൊക്കെ ഒരുപാടുള്ള അങ്ങനെയുള്ള പ്രസൻസ് ഉള്ള വനമൊന്നും ആണെന്ന് എനിക്ക് അല്ല, ആണെങ്കിൽ അവർ പറഞ്ഞേനല്ലോ. അപ്പം നമ്മുടെ കൂടെ ഫോറസ്റ്റുകാരും ഉണ്ടാവില്ല. അവർ തെളിച്ചിട്ടിരിക്കുന്ന അവർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തെളിച്ചിട്ടിരിക്കുന്ന വഴിയിലൂടെ നമ്മൾ കണ്ടല്ലോ വീഡിയോ, നടന്ന് വന്ന് ഇവിടെ എത്തി മുനമ്പിലെത്തി കഴിയുമ്പോൾ മുനമ്പിൽ കുറച്ച് റെസ്ട്രിക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. തടാകത്തിൽ ആരും ഇറങ്ങാൻ പാടില്ല. മരണം ഏത് നിമിഷവും ഉണ്ടാകും. കാരണം ഈ തടാകത്തിൻ്റെ എൻഡ് എന്ന് പറയുന്നത് നമുക്ക് എവിടെയാണെന്നറിയില്ല. വെള്ളം കയറി കിടക്കുന്നതിനപ്പുറം ഒരുപക്ഷെ അഗാധമായ കുഴിയായിരിക്കാം. അപ്പോൾ നമ്മൾ ചെന്ന് ഇറങ്ങുമ്പോൾ അത് വലിയൊരു അപകടത്തിലേക്ക് എത്തും. ഇവിടെ നമുക്ക് അതിന് ഫോറസ്റ്റിൻ്റെ ഗാർഡൊക്കെ ഉണ്ട്. അവർ കൃത്യമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ പറഞ്ഞു തരും. അതുപോലെ തന്നെ അവിടെ കൃത്യമായ ബോർഡും കാര്യങ്ങളൊക്കെ, വാർണിംഗ് ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഈ മനോഹരമായ ഈ കാഴ്ചയിൽ ഇത് അങ്ങേ അറ്റത്ത് കാണുന്ന മലയിൽ ഉള്ള ആണ് നമുക്ക് ഈ കാൽവരി മൗണ്ട് ഉൾപ്പെടെയുള്ള കാഴ്ചകൾ കാണുന്ന ആ മൗണ്ടിലാണ്. നമുക്ക് മുനമ്പ് ഇക്കോ ടൂറിസത്തിലെത്തി ഇവിടുത്തെ ഈ പുൽമേട് എത്ര മനോഹരമെന്ന് നോക്കി. അതിമനോഹരമായ ഈ പുൽമേടും കാര്യങ്ങളുമാണ് നമ്മളിവിടെ സ്വാഗതം ചെയ്യുന്നത്. പിന്നെ തിരമാല, കാറ്റടിച്ച് തിരമാല തടാകത്തിലുണ്ടാകുന്ന ഓളങ്ങൾ കരയിലടിക്കുമ്പോൾ നമുക്കൊരു ചെറിയ തിരമാല പോലെ ഫീൽ ചെയ്യുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇന്നത്തെ യാത്രാ പ്ലാനുകളെല്ലാം വളരെ വിജയകരമായിട്ട് ഇന്ന് വന്ന് ചേർന്നിട്ടുണ്ട് എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ ഇന്നത്തെ യാത്രയിൽ നമ്മൾ ഉദ്ദേശിച്ചിരുന്ന കാര്യങ്ങളിൽ ഉദ്ദേശിച്ചിരുന്ന എല്ലാ ഡെസ്റ്റിനേഷനുകളും നമുക്ക് കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്ലാനിൽ ഇന്നത്തെ യാത്രയിൽ ഒരു ഡെസ്റ്റിനേഷൻ കൂടിയുണ്ട്. അത് എത്രമാത്രം നമുക്ക് അവിടേക്ക് എത്തിച്ചേരാൻ കഴിയും എന്ന് നമുക്കറിയില്ല. മഴ പെയ്തില്ലെങ്കിൽ തീർച്ചയായും നമുക്ക് അവിടെ എത്താൻ പറ്റും. ഇടുക്കി ജില്ലയിൽ ഇപ്പം മഴയില്ലല്ലോ. ഇടുക്കി ജില്ലയിൽ മഴയില്ല, കേരളത്തിലും മഴയില്ല. അപ്പം നമ്മളിപ്പോൾ പോകുമ്പോൾ, പക്ഷേ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇപ്പോൾ ഡബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കേരളം ആകെ മഴയിലാണ്. ഇപ്പം മാട്ടുക്കട്ടയിൽ നിന്ന് തിരിഞ്ഞിട്ട് അയ്യപ്പൻ കോവിൽ, ആ തൂക്കുപാലത്തിൻ്റെ അതിലെ നമ്മൾ അയ്യപ്പൻ കോവിലെത്തി ആ ക്ഷേത്രവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അവിടെ ഒന്നും വെള്ളമില്ലായിരുന്നു. നിലവിൽ ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വള്ളത്തിലല്ലാതെ അവിടേക്ക് ചെല്ലാനേ പറ്റില്ല. അത്രയ്ക്കും രീതിയിൽ തൂക്കുപാലത്തെ മുട്ടുന്ന രീതിയിലേക്ക് ജലം ഉയർന്നിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പം കേരളം ഒട്ടാകെ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നിലവിൽ. അതായത് ഞാൻ തിരിച്ചു വരുന്ന രാത്രി ഈ വീഡിയോ എടുത്തിട്ട് തിരിച്ചു വരുന്ന ആ വഴിയിലെല്ലാം മഴയായിരുന്നു. മഴ നനഞ്ഞാണ് നമ്മൾ വന്നത്. അന്ന് തുടങ്ങിയ മഴ ഒന്ന് നിന്നിട്ട് പിന്നെ അടുത്ത ദിവസം രാത്രിയിൽ നിർത്താതെ മഴ പെയ്ത് ആണ് നമുക്ക് ഇപ്പോൾ ഈ വെള്ളപ്പൊക്കത്തിലേക്ക് കേരളത്തിലെ കൊണ്ട് എത്തിച്ചത്. എന്തായാലും കാലാവസ്ഥ മാറുന്നത് വളരെ പെട്ടെന്നാണ്. ആ കാലാവസ്ഥയുടെ മാറ്റമാണ് നമ്മുടെ കേരളത്തിലെ മഴ. വള്ളക്കാരൊക്കെ വരുന്ന ഈ നാട്ടുകാരല്ലേ മീൻ പിടിക്കാൻ? അവിടെ ഒരു വെള്ളച്ചാട്ടം ചെറിയ കാണും. അത് എവിടുത്തെയാ? കാണാൻ പറ്റും, പോകാൻ പറ്റും. സേഫ്റ്റി ഒക്കെ ആയി കഴിഞ്ഞാൽ തെളിയാനല്ലേ? പോന്നോ? ആ, ഓക്കെ. ഈ പുല്ല് ഭയങ്കര രസമാണ്. ഈ പുല്ലിൻ്റെ കാറ്റ്, ഈ പുല്ലെ കാറ്റ് അടിക്കുമ്പോഴേ നല്ല രസമാണ്.
പേരെന്തോരുന്നു? ആഷിക്കുന്ന പേരല്ലേ? വീട് അടുത്ത് തന്നെ. ഓക്കെ. എത്ര വർഷമായി? 1 വർഷമായി. ഓക്കെ. അപ്പം ഇനി വരുമെന്നാണ്. ശരി. എൻ്റെ പേര് സുനിൽ എന്നാണ്. ലവ് ടു ട്രാവൽസ് എന്നാണ് ചാനലിൻ്റെ പേര്. അല്ല, യൂട്യൂബും ഉണ്ട്, ഫേസ്ബുക്കും ഉണ്ട്. ലവ് ടു ട്രാവൽസ്. ഇൻസ്റ്റാഗ്രാമിൽ ലവ് ടു ട്രാവൽസ് ഒഫീഷ്യൽ എന്ന്. അത് തന്നെ. ശരി. നമ്മുടെ ജലത്തിൻ്റെ ലഭ്യത എന്നതും നിലനിൽക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പം എന്തായാലും മുനമ്പ് എക്കോ ടൂറിസത്തിൽ നമ്മൾ എത്തി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. ഇതിൻ്റെ തൊട്ട് എതിർവശത്തുള്ള അഞ്ചുരുളി ടണലിൽ നമ്മൾ എത്രയോ നാളുകൾക്ക് മുമ്പ് പോയിട്ടുണ്ട്. അന്നൊന്നും ഈ മുനമ്പ് എക്കോ ടൂറിസം ആക്റ്റീവായിട്ടില്ല. അന്ന് ഇവിടേക്കൊന്നും ആർക്കും എത്താൻ കഴിയില്ല. നമ്മൾ അഞ്ചുരുളി ടണലിൻ്റെ ആ ടണലിനകത്തൊക്കെ കയറി നിന്നിട്ട് നേരെ എതിർവശത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന അന്ന് കണ്ടുകൊണ്ടിരുന്ന ആ സ്ഥലമാണ് ഈ മുനമ്പ് ഇപ്പോൾ എക്കോ ടൂറിസമായിട്ട് മാറിയിട്ടുള്ളത്. എന്തായാലും വളരെ മനോഹരമായ രീതിയിൽ ഫോറസ്റ്റുകാർ ഇത് ഈ എക്കോ ടൂറിസം കൊണ്ട് നടക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ തന്നെ വലിയ സന്തോഷമുണ്ട്. കാരണം പാസ് എടുത്ത് 40 രൂപ പോയി 40 രൂപ കൊടുത്ത് പാസ് എടുത്തു എന്നുള്ളതൊന്നും വലിയ നഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നമുക്ക് വളരെ സേഫ്റ്റി ആയിട്ട് ഈ കാഴ്ചകളൊക്കെ കണ്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇടുക്കിയിലുള്ളവരും ഈ പ്രദേശത്തുള്ളവരൊക്കെ സായാഹ്നം ചെലവഴിക്കാൻ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വളരെ മനോഹരമായ ഒരു അസ്തമയം കിട്ടും എന്ന് നമ്മളോട് പറയുകയുണ്ടായി. അപ്പോൾ ആ സൂര്യാസ്തമയം അവിടെ ഈ വെള്ളത്തിൽ പ്രതിഫലിക്കുന്ന ആ കാഴ്ചയൊക്കെ മനോഹരമായിരിക്കും. പക്ഷേ ഇന്ന് നമ്മൾ നിൽക്കുന്ന ആ സൂര്യൻ അസ്തമിക്കാനുള്ള സ്ഥലമൊക്കെ മേഘം കയറി തുടങ്ങിയിട്ടുണ്ട്. തന്നെ നമുക്ക് അത്രയും സമയം 6 മണി വരെ ഒന്നും ഇവിടെ നിൽക്കാനുള്ളൊരു സാഹചര്യമില്ല എന്നതുകൊണ്ട് നമ്മൾ ആ സൂര്യാസ്തമയം പിന്നീട് എപ്പോഴെങ്കിലും ഒരിക്കലും എടുക്കാമെന്ന വിചാരത്തിൽ തിരിച്ചു പോകാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മുനമ്പ് എക്കോ ടൂറിസം ഇത്രയൊക്കെ ഉള്ളൂ. മുനമ്പ് എക്കോ ടൂറിസത്തിലേക്കുള്ള യാത്ര, ആ വനത്തിലൂടെയുള്ള ട്രക്കിങ്, അത് കഴിഞ്ഞ് കൃഷ്ണു, വിമൽ, വിനോദ, അരുൺ, അഭിലാഷ്, അഭിഷേക് ഇവിടെ വന്നിട്ടുള്ള ഈ മനോഹരമായ കാഴ്ച, ഇവിടുത്തെ കാറ്റേറ്റ് ഇവിടെ ഏറെ നേരം നിൽക്കുക, കുറച്ച് ഫോട്ടോകൾ എടുക്കുക, ഇതൊക്കെയാണ് നമ്മുടെ വരുന്നവർക്കൊക്കെ ചെയ്യാനുള്ളത്. ഇതൊക്കെ ഉള്ളൂ. പിന്നെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കുക എന്നൊക്കെയുള്ളതാണ്. പിന്നെ നമുക്കിപ്പോൾ നിലവിൽ ഈ യാത്രകൾ കഴിഞ്ഞു എന്നതുകൊണ്ട് നമുക്ക് ചെറുകെ തിരിച്ചു കയറാനുള്ള ഒരു സമയമായി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് തിരിച്ചു പോകുമ്പോൾ ഇനി എന്തൊക്കെയുണ്ട് എന്ന് നോക്കിയിട്ട്. ഫ്രണ്ട്സ്, മടക്കയാത്രയിൽ ഈ വഴികൾ പൂർണ്ണമായിട്ട് കാണിക്കുന്നില്ല. കാരണം നമ്മൾ ഇങ്ങോട്ട് വന്നപ്പം ഈ വഴികളെല്ലാം പൂർണ്ണമായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ഈ വനം നടന്നു കയറി എത്രയും പെട്ടെന്ന് റോഡിലെത്തി എന്തെങ്കിലും ആഹാരം കഴിക്കണം, എന്നിട്ട് വീട്ടിൽ പോകണം. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. അതുപോലെ പറഞ്ഞുകൊണ്ട് ബൈ.